എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ റെഡിയാക്കുന്നത് ഈസി ചിക്കൻ പാസ്തയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു വേണ്ട ചേരുവകൾ: 3 ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത്, 2 തക്കാളി അരിഞ്ഞു വെച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ വീതം. പിന്നെ ചിക്കന് ഷ്രെഡ് ചെയ്ത് വെച്ചതാണ്, അത് 1/2 kg. ബോൺലെസ് പീസ് എടുത്താൽ നല്ലത്. പിന്നെ പൊടികൾ: ഗരം മസാല 1/2 ടീസ്പൂണ്, മുളക് പൊടി 1.5 ടേബിൾ സ്പൂണ്, ചെറിയ ജീരകം 1/4 ടീസ്പൂണ്, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ചില്ലി ഗാർലിക് സോസ് 1 ടേബിൾ സ്പൂണ്, ടൊമാറ്റോ കെച്ചപ്പ് 1 ടേബിൾ സ്പൂണ്, പിന്നെ 1/2 kg പാസ്ത. പിന്നെ ഉപ്പ് കൂടി വേണം, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാം. നമുക്കൊരു ചൂട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ചേർക്കുക. ശേഷം അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി എന്നിട്ട് നന്നായിട്ട് വഴന്ന് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ തക്കാളി ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് ചിക്കന് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പ് നോക്കി ഉപ്പും കൂടി ചേർത്ത് അത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കുക്കായി വരുന്നവരെ വേവിച്ചെടുക്കാം. ഉപ്പും മുളകൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് ചേർക്കാം. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. പാസ്ത വേവിക്കുന്നത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. പാസ്ത തിളക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഗീയും ചേർത്തിട്ടാണ് വേവിക്കേണ്ടത്. ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സോസുകൾ ചേർത്ത് കൊടുക്കാം. ചില്ലി ഗാർലിക് സോസും ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ മയോണൈസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞിട്ടില്ല. മയോണൈസ് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ റെസിപ്പിയിൽ 1/4 കപ്പാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഇഷ്ടംപോലെ ചേർക്കും. മല്ലിയില ചേർത്ത് കൊടുക്കുക. ശേഷം മയോണൈസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ മക്കളെ ഫേവറേറ്റ് ഐറ്റമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ചാനൽ ഇനിയും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം.